കെ.സി. വേണുഗോപാൽ എ.ഐ.സി.സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. മുൻപുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ കൂടുതൽ സജീവമാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ. കോൺഗ്രസ് പരിപാടികളിൽ കൂടുതലായി പങ്കെടുക്കുന്നുമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി കെ.സി. കേരളത്തിലേക്ക് മാറുകയാണോ, UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കെ.സി. ആണോ എന്നൊക്കെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയുണ്ട്. കോൺഗ്രസിലും ഇത് വലിയ ചർച്ചയാണ്. എപ്പോഴൊക്കെ കെ.സിയോട് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം അത് കൃത്യമായി നിഷേധിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ഒരു കാര്യം സമ്മതിച്ചു, കേരളത്തിൽ ഇപ്പോൾ അദ്ദേഹം സജീവമാണ് എന്ന കാര്യം. സജീവമായിട്ട് കേരളത്തിൽ ഞാൻ കേരളത്തിലല്ലേ, ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച MP അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാക്കുന്നത്. KPCC ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോഴും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിച്ചപ്പോഴും എല്ലാം അതിൽ കെ.സി. വേണുഗോപാൽ സ്വാധീനം കൃത്യമായുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലുമുണ്ട് കെ.സി. വേണുഗോപാലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഡൽഹി വിട്ട് കെ.സി. കേരളത്തിലേക്ക് വരുമോ എന്ന ചോദ്യം കുറെ കൂടി പ്രസക്തമാണ്. ഇക്കാര്യം നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഉത്തരം വ്യക്തമായി കേൾക്കേണ്ടതാണ്. ഇന്ന് നല്ല റെഡ് അലർട്ടാണ് അല്ലേ? KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരാതികൾക്കെല്ലാം കാരണം കെ.സി. വേണുഗോപാലാണെന്ന പ്രചാരണം ചില കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതിനിടെയാണ് VD സതീശന്റെ ഈ കമന്റ്. VD സതീശന്റെ നേതൃശൈലിയോട് വിമർശനമുള്ളവർ കോൺഗ്രസിലുണ്ട്. പക്ഷേ മുന്നണി ജയിച്ചാൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുകയാണ് കേരളത്തിൽ സാധാരണ പതിവ്. കോൺഗ്രസിന്റെ കാര്യത്തിൽ അങ്ങനെ മാറ്റം വന്നുകൂടാ എന്നൊന്നുമില്ല. പക്ഷേ കെ.സി. വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് ബാധകം? കെ.സി. സജീവമാകുന്നത് എല്ലാ നേതാക്കൾക്കുമുള്ള റെഡ് അലേർട്ടാണോ, അതോ ഞാൻ ഇവിടെയുണ്ട് എന്ന അലേർട്ട് തിരിച്ച് കെ.സി. വേണുഗോപാലിന് നൽകുകയാണോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ?